പ്രിയപ്പെട്ടവരെ, നമ്മൾ മംഗളവാർത്തക്കാലം രണ്ടാമത്തെ ആഴ്ചയിലാണ്. ഈ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർക്കാം. മംഗളവാർത്തക്കാലത്ത് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതുപോലെ പുതിയൊരു ആരാധനാക്രമ വർഷം നമ്മൾ ആരംഭിക്കുന്നു. ഈ ആരാധനാക്രമ വർഷം ആരംഭിക്കുന്ന കാലം മുതൽ, സമയം മുതൽ, പിന്നീട് നമ്മൾ പെസഹക്കാലത്ത് പെസഹ വ്യാഴാഴ്ച വരെ നമ്മൾ ചൊല്ലുന്ന ആ രണ്ടാമത്തെ അനാഫറ, തേരോറിൻ്റെ അനാഫറ, അതിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അതേക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്കറിയാം, ഈ ഇസ്രായേൽക്കാർ കടന്നു പോകുന്ന പ്രദേശത്തുള്ള ശത്രുക്കൾ അവർ ബാലാം എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഇസ്രായേലിനെതിരെ ശപിക്കാനായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വിട്ട് ബാലാം പോവുകയാണ്, ഈ മന്ത്രവാദി. അങ്ങനെ വരുമ്പോൾ ഇവനെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ദൈവം പറയുകയാണ്, ആ മനുഷ്യർ നിന്നെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക, എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ നീ ചെയ്യാവൂ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനയിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം, എന്ന് പറഞ്ഞാൽ ഈ മോവാബിർക്കെതിരായിട്ടാണ് ഇസ്രായേൽ വരുന്നത്, അല്ലെ അതിലെ കടന്നു പോകാൻ. അപ്പോൾ അതിലെ കടത്തിവിടാതിരിക്കാനും ഇസ്രായേലിനെ ശപിച്ചില്ലായ്മ ചെയ്യാനൊക്കെയാണ് മോവാബി പ്രഭുക്കന്മാർ ബാലാമിൻ്റെ അടുത്ത് വരുന്നത്. പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കെല്ലാം പലപ്പോഴും വലിയ സംശയമുണ്ടാകാം. ദൈവം പറഞ്ഞത് എന്താണ് ബാലാമിനോട്? അവരുടെ കൂടെ പോകണം, പക്ഷെ ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യാവൂ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബാലാം ദൈവം പറഞ്ഞ ഉടനെ അവൻ പോവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതായിരുന്നു. ദൈവം എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? ഞാൻ പോയിട്ട് എന്താ പറയേണ്ടത്? സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ദൈവവുമായിട്ട് സംവദിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ് കാര്യം. മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. വാസ്തവത്തിൽ ദൈവം പോകാൻ പറഞ്ഞു, പിന്നെ പോയി കഴിയുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. ഇതെന്താണ്? ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അത്? നമുക്ക് പലപ്പോഴും സംശയം തോന്നാം. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കിയാൽ കാണാം, എപ്പോഴും പഴയ നിയമത്തിൽ മോശയുടെ കാര്യം എടുക്കുക. മോശ ഓരോ പ്രധാനപ്പെട്ട കാര്യം ചെയ്തതിന് മുമ്പായിട്ട് കൂടാരത്തിലേക്ക് പോയിട്ട് ദൈവത്തിൻ്റെ ഉപദേശം തേടും. അങ്ങനെ ആ ഉപദേശം തേടിയിട്ടാണ് എപ്പോഴും വരുന്നത്. പിന്നീട് അവർ സീനായി മലയിൽ നിന്ന് പുറപ്പെടുമ്പോൾ മോശ പറഞ്ഞൊരു കാര്യം, നീ ഞങ്ങളുടെ കൂടെ വരണം. കാരണം എന്താണ്? നിന്നോട് ഉപദേശം തേടേണ്ടതുണ്ട്. നിൻ്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് അനുദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മളെ വിളിച്ച്, ഉദാഹരണമായിട്ട് എന്നെ ഒരു ബിഷപ്പായിട്ട് വിളിച്ചു, ഞാൻ പോവുകയാണ്. പിന്നെ ഒന്നും കേൾക്കാതെ, ഈ ദൈവത്തോട് ഉപദേശമൊന്നും ചോദിക്കാതെ, എനിക്ക് തോന്നിയ പോലെ ചെയ്യാനല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ചോദിക്കണം, ഞാൻ എന്താണ് പറയേണ്ടത്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയണം. അതിപ്പോൾ നമ്മൾ 1 മണിക്കൂർ പള്ളിയിൽ പോയി ചുമ്മാ കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അരൂപി പോലെ, അശരീരി പോലെ അല്ലല്ലോ. ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നിരന്തരമായിട്ട് വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു പ്രചോദനമുണ്ട് നമുക്ക്. അതാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവാചക വചനങ്ങളൊന്നും ആരുടെയും സ്വന്തം വ്യാഖ്യാനത്തിന് വിധേയമല്ല, അത് ദൈവത്തിൻ്റെ മനുഷ്യർ ആത്മാവിനാൽ പ്രചോദിതരായി എഴുതിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു കൊടുത്ത് എഴുതി വച്ചിരിക്കുന്നതാണ്. ഈ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളാണ്, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് വേണ്ടി സംസാരിച്ചവരാണ്. ചുരുക്കത്തിൽ ഓരോ സന്ദർഭത്തിലും എന്ത് പറയണമെന്ന് ഈ വചനങ്ങളാണ് നമ്മെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും വേണം. ഇതൊന്നും ബാലാം ചെയ്യാതെ നേരെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചൊന്നും പോലും അറിയത്തില്ല, അവൻ വേഗം കഴുതയ്ക്ക് ജീന കിട്ടുന്നു, അവൻ പോവുകയാണ്. ദൈവത്തോട് ആലോചനയൊന്നും ചോദിച്ചില്ല. ഒരിക്കലും ഒരു പ്രാവശ്യം ഇതുപോലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരാളോട് പള്ളിയിലച്ഛൻ പറഞ്ഞിങ്ങനെ, നീ നാളെ രാവിലെ അടുത്ത പള്ളിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടാ, ഇതാണ് അച്ഛൻ്റെ ധാരണ. ഏതായാലും ഈ മറ്റവൻ ഇതൊന്നും കേൾക്കാതെ തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് തുണിയൊക്കെ മാറി അടുത്ത പള്ളിയിലേക്ക് ചെന്നു. അപ്പോൾ എന്തിനാണെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരം, നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു, എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്, അവിടുത്തെ അപ്പുറത്തെ അച്ഛൻ എന്നോട് ഇവിടുത്തെ ഒരു അരകല്ല് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇവൻ ആ അരകല്ലും കൊണ്ട് ഇപ്പുറത്ത് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ചോദിക്കും, എന്തിനാണ് ഈ അരകല്ല് കൊണ്ടുവന്നത്? അല്ല, അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അത് നിന്നോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാനായിട്ട്. നാളെ നീ പള്ളിയിൽ വരും, അപ്പോൾ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാനാണ്, അത് വേറൊരു കാര്യത്തിനായിരുന്നു. ഇതുപോലെ നമുക്ക് ചിലപ്പോൾ പറ്റാം, നമ്മൾ എന്തിനാണെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെടും. ഞാനൊരു ബിഷപ്പായിട്ട് വിളിക്കപ്പെടുമ്പോൾ, അല്ല അച്ഛനായിട്ട് വിളിക്കപ്പെടുമ്പോൾ എന്തിനാണ് ഞാൻ വിളിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അതല്ലെങ്കിൽ സന്യസ്തരായിരിക്കുന്നവരല്ലെങ്കിൽ വിവാഹിതരായിരിക്കുന്നത്, എന്തിനാണ് വിവാഹിതരായിരിക്കുന്നത് എന്ന് അറിയാതെ പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചതാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം ദൈവം കൊടുക്കുന്നത്, പൗലോസ് കൊടുക്കുന്നത്. ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാര്യാഭർത്തൃ ജീവിതം ആരംഭിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. ഇതറിയാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്ന് പരസ്പരം കല്യാണം കഴിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ വരും. ഇവിടെ ഇവൻ പോകുന്ന കഴുതയാണ്, കഴുതപ്പുറത്താണ് ഇവൻ പോകുന്നത്. അപ്പോൾ കഴുത കുറച്ച് ചെന്നപ്പോൾ പോകാതായി. ഒരു ഇടുങ്ങിയ വഴിയാണ്, 2 കയ്യാലുകൾക്ക് മധ്യത്തിലൂടെയുള്ള വഴി. കഷ്ടിച്ചൊരു കഴുതയ്ക്ക് കടന്നു പോകാൻ വേറെ ആൾക്ക് വരാൻ പറ്റുകയില്ല. കുറച്ച് ചെന്നപ്പോൾ കഴുത നിന്നിട്ട് എന്ത് ചെയ്താൽ മുമ്പോട്ട് പോകുന്നില്ല. പോകാതെ നിന്ന് ബാലാം അടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കിടന്നു കഴിഞ്ഞ് പിന്നെയും തല്ലുകയാണ് ബാല പോകാനായിട്ട്. അപ്പോൾ ഈ കഴുത സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഴുത സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് പറയുന്നത്? 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? ഇവിടെ കഴുത സംസാരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കരുത്. അതൊക്കെ എന്താണ്, നമുക്ക് അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുന്നതാണ് ഇതെല്ലാം എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു, വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാവിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു, ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. നമ്മൾ ഓർക്കുക, നമ്മൾ വലിയ അറിവുള്ളവരാന്നൊക്കെ കരുതും. പക്ഷേ അതുപോലെ ഈ കഴുതയ്ക്ക് വലിയ അറിവൊന്നുമില്ല. അതിന് ആകെപ്പാടെ കരയാനും അറിയത്തുള്ളൂ. അതിൻ്റെ കരച്ചിലിനാണെങ്കിലും ഒരു ഭംഗിയൊന്നുമില്ല. കേട്ടാൽ തന്നെ മഹാവൃത്തികേടാത്. ആ കഴുത എന്തോരം ഭാരം വേണത് ചുമക്കും. അത് തല്ലിയാലും ഒക്കെ പതുക്കെ അങ്ങ് പൊക്കോളും. ഈ കഴുതയാണ് വാസ്തവത്തിൽ ബാലാമിനെ ഉപദേശിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? നിന്റെ യാത്ര എന്നിട്ട് ഈ ദൂതൻ പറയുകയാണ്, പിന്നീട് ദൂതനെ കണ്ടിട്ടാണ് ഈ കഴുത നിൽക്കുന്നത്, വാള് ഊരിപ്പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ദൂതൻ പിന്നെ പറയുകയാണ്, കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് എന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകിയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യം കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴിമാറിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നിന്നെയും കൊല്ലുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാവിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ ദൈവത്തിൻ്റെ ദൂതനെയൊക്കെ തിരിച്ചറിയാനായിട്ട് വളരെ ലളിത മനസ്കര പലപ്പോഴും പ്രാപ്തരാകുന്നു. നമ്മൾ വലിയ അറിവുള്ളവരും കഴിവുള്ളവരൊക്കെയാണെന്ന് പറയും. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്, ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ സരള മനസ്സർക്കാണ് കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈശോയെ മനസ്സിലാക്കാൻ കഴിയുക. പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ മനസ്സിലാക്കണം നമ്മൾ. ആ ശിശുവിന് എന്തെങ്കിലും കഴിവില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഒരു സാധാരണ ശിശുവായിട്ട് വളരാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കഴിയണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. 2ാമത്തെ വായന കൊളോസ്യർ ലേഖനത്തിൽ നിന്നാണ്. 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്നു നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ മിശിഹായുടെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്തമനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമെയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ. പൗലോസ് ജയിലിൽ കിടക്കുന്ന അവസരത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉണർന്നിരുന്ന് കൃതജ്ഞതാഭരിതരായിട്ട് നന്ദിയോടുകൂടി പ്രാർത്ഥിക്കണം. എന്തിന്? വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ വചനത്തിൻ്റെ കവാടം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് 1 ഇവർക്ക് കഴിവുണ്ടാകണം, പൗലോസിനും കൂട്ടർക്കും. 2
അങ്ങനെ പ്രസംഗിക്കപ്പെടാനായിട്ടൊരു വേദി ഉണ്ടാകണം. കവാടം എന്ന് പറഞ്ഞ ഗേറ്റ്, വാതിൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഈ ജയിലിൽ കിടന്നുകൊണ്ട്, നമ്മളാണ് ജയിലിൽ കിടക്കുമ്പോൾ എന്താണ് നമ്മുടെ ചിന്ത? ഇതെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളതാണ്. പക്ഷേ പൗലോസ് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരങ്ങനെയല്ല. പൗലോസ് വാസ്തവത്തിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുള്ളപ്പോൾ പോലും അതിന് തുനിയാതിരുന്നവനാണ്. അതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ലേഖനം എഴുതും പൗലോസ് പറയും, സഭകളെക്കുറിച്ചുള്ള, എൻ്റെ സഭകളെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനൊരു രൂപതയുടെ തലപ്പത്തുള്ള ആളെന്ന നിലയിൽ എന്നെ വിഴുങ്ങേണ്ട എൻ്റെ തീക്ഷ്ണത എന്താണ്? എൻ്റെ തീക്ഷ്ണത ഈ ജനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്, ഈ രൂപതയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്, എൻ്റെ വീടിനെക്കുറിച്ചല്ല, എൻ്റെ വേറെ എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, എൻ്റെ പഠനത്തെക്കുറിച്ചല്ല. നേരെ മറിച്ച് എൻ്റെ ഈ ജനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് എന്നെ വിഴുങ്ങിക്കളയേണ്ടത്. അതുപോലെ എനിക്ക് നിങ്ങളോടും കൂടെ പറയാനുള്ളതാണ്, നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ വചനത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട്. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ജോലി കിട്ടണേ, പഠിക്കാൻ കഴിവ് കൊടുക്കണമെന്ന് മാത്രമല്ല, ഈ വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിലൊക്കെ യേശു ജനിച്ചു എന്ന് പറയാൻ കഴിയുക. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന. അവിടെ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയാൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഈ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ദൈവദൂതൻ വരുന്നതാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ അസ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെയധികം അസ്വസ്ഥയായി. ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ല. അപ്പോഴാണ് പറയുന്നത്, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന അവന് ഈശോ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ഇസ്രായേലിൽ നമുക്കറിയാം, നമ്മളിന്ന് ചിന്തിക്കുന്ന പോലെയല്ല. ഈ രക്ഷകനെക്കുറിച്ചുള്ള ആ വരവ് പ്രതീക്ഷിച്ചിരുന്നവരാണ് അവർ. എല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താണ്? ദാവീദിൻ്റെ വംശത്തിലാണോ ജനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു രാജവംശമാണ്. ഈ രാജാവിൻ്റെ, ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും, അങ്ങനെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്, മിക്കവാറും ഞാനായിരിക്കും അവൻ്റെ അമ്മ, സംശയമില്ല. അപ്പോൾ മറിയം വാസ്തവത്തിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ മാത്രമുള്ളൊരു വകുപ്പൊന്നുമില്ല. ഒരു സാധാരണ കുടുംബം, പാവപ്പെട്ട കുടുംബം. യോസേപ്പ് മരപ്പണിക്കാരനായിരുന്നെങ്കിൽ പണക്കാരനായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഒരു രാജാവിനെ പ്രതീക്ഷിക്കാനുള്ള അവകാശമൊന്നുമില്ല, അവരങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. ദാവീദ് രാജാവാകുമ്പോൾ അവൻ്റെ മകനും രാജാവ് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ രാജ പാരമ്പര്യമൊന്നുമില്ലാത്ത യോസേപ്പിനും മറിയത്തിനും ഒക്കെ ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അവസരത്തിലാണ് മറിയത്തിൻ്റെ അടുത്തേക്ക് ദൂതൻ വന്നിട്ട് പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കും, ഇങ്ങനെ ഗർഭം ധരിക്കും, പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുകയാണ്, ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവെന്നൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, അത് കർത്താവിൻ്റെ അരൂപിയാണ്, ആത്മാവാണെന്നൊക്കെ. പക്ഷേ അന്ന് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ട് തന്നെ മറിയത്തിന് അത് പൂർണ്ണമായിട്ടും മനസ്സിലായി കാണണമെന്നുമില്ല. അവസാനം അതുകൊണ്ടാണ് അവൾ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഏതായാലും അത് എന്താണോ അത് എന്നിൽ ഭവിക്കട്ടെ. ഇവിടെ നമ്മൾ ഓർക്കണം, ഇത് കർത്താവിൻ്റെ ദാസി എന്നിൽ ഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് അവൾ ഏറ്റെടുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് വലിയ ഉത്തരവാദിത്തം. ഇന്നാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാത്തവൾ അല്ലെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞവൾ ഗർഭിണിയായി കാണപ്പെടുകയാണെങ്കിൽ സമൂഹത്തിൽ അവൾക്കുണ്ടാകാൻ പോകുന്ന ആ പ്രത്യാഘാതം എന്താണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് അന്നത്തെ യഹൂദ സമൂഹത്തിൽ ഇതുപോലെയൊന്നുമല്ല. കൃത്യമായിട്ട് മോശയുടെ നിയമത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ളവളെ പരസ്യമായിട്ട് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം, വരുന്നവനും പോകുന്നവനൊക്കെ കല്ലെടുത്തെറിയും. അങ്ങനെ അവസാനം അവൾ ഏറുകൊണ്ട് ചതഞ്ഞ് മരിച്ചു വീഴണം. ഇതാണ് ശിക്ഷ. ഇതൊക്കെ മറിയത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ധൈര്യപൂർവ്വം അവൾ പറയുകയാണ്, ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആരെനിക്കെതിരാകും? പൗലോസ് പറയുന്നത് പോലെ ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ ആർക്കാണ് നമുക്ക് എതിരാകാൻ കഴിയുക? ആർക്കും കഴിയില്ല. മറിയം അങ്ങനെ ഒരു വലിയ ധൈര്യം കാണിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാനീ പറയും നിങ്ങൾക്കൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോടൊപ്പം നടക്കാൻ ആരംഭിക്കുമ്പോൾ ഓർക്കുക, ഈ ഒരു പ്രശ്നം എപ്പോഴും നമ്മുടെ മുമ്പിൽ പൊന്തി വരും. ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഞങ്ങൾ വൈദികർ ആകുമ്പോൾ
പട്ടം തരുന്ന പിതാവിൻ്റെ മുമ്പിൽ ചൊല്ലുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അതിനകത്ത് പറയും, ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാമെന്ന്. കാരണം എന്താണ്? എല്ലാ കാര്യവും നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിയും നമുക്ക് നമ്മുടെ അനുഭവം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരും. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ പറയേണ്ട വാചകം എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇത് വളരെ ഒരു സെക്കുലറായിട്ടുള്ള ചിന്തയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ദൈവത്തിൻ്റെ ആ ഒരു അരൂപിയിൽ പരിശുദ്ധാത്മാവിനാൽ ആവാഹിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കേവലം ഒരു ക്രിസ്മസ് ആഘോഷമല്ലത്. അതിലുപരിയായിട്ട് ഇതുപോലെയുള്ള വലിയൊരു ദൗത്യ നിർവഹണത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. എല്ലാ ക്രൈസ്തവർക്കും ഇത് സാധിക്കണം. ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനായിട്ട്. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.